मित्रों, मुझे बताइए, एलडीएफ और यूडीएफ, पीएफआई, जमाते इस्लामी और अब बढ़ती हुई एसडीपीआई से केरल को सुरक्षित रख सकते हैं क्या? പ്രിയപ്പെട്ടവരെ പറയൂ, എൽഡിഎഫിനോ യുഡിഎഫിനോ അവരുടെ മിത്രങ്ങളായ പോപ്പുലർ ഫ്രണ്ടിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട എസ്ഡിപിഐക്കോ കേരളത്തെ സുരക്ഷിതമാക്കാൻ സാധ്യമാണോ? वो नहीं रख सकते, അവർക്ക് അങ്ങനെ സാധിക്കില്ല. क्योंकि पीएफआई, एसडीपीआई और जमाते इस्लामी उनकी वोट बैंक है, वो उस पर कभी आघात नहीं करेंगे. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ്ഡിപിഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത്. वो केरल को पीएफआई, जमाते इस्लामी और एसडीपीआई के विभाजनकारी एजेंडे से अगर कोई बचा सकता है तो केवल और केवल एनडीए बचा सकता है, बीजेपी बचा सकता है. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ്ഡിപിയുടെയും ഒക്കെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ എതിർത്തു. मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से, मुस्लिम महिलाओं को सम्मानपूर्वक जीने का अधिकार है या नहीं है? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम वक़्फ में से करप्शन दूर करने के लिए कानून लेकर आते हैं, इसका ये दोनों विरोध करते हैं. വഖഫ് ബോർഡുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നാം നിയമം കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. आज मैं शार्प क्वेश्चन पूछना चाहता हूं पिनराई विजयन जी से कि एर्नाकुलम में 600 ईसाई और हिंदू परिवार की 400 एकड़ भूमि वक़्फ बोर्ड के नाम से हड़प कर ली गई, उसको बचाने के लिए आपका क्या विचार है? ഞാൻ പിണറായി വിജയനോട് 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എറണാകുളത്ത് 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും 400 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തതിൽ എന്താണ് അവർക്കത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി? ये दोनों दल, यूडीएफ और एलडीएफ, वो ये सब चीजों से केरल को सुरक्षित नहीं कर सकते.